ഒരുപാട് വർഷക്കാലം പ്രണയിച്ച് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് കടമകളൊക്കെ കടന്ന് അവസാനം ആ വ്യക്തിനെ സ്വന്തമാക്കി കഴിഞ്ഞ് ഈ പ്രണയിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൊടുത്ത ഒരു പ്രോമിസും നിറവേറ്റാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് സത്യസന്ധതയാണ് ആ വ്യക്തിക്കുള്ളത്? അവരെക്കാളും എത്രയോ ഭേദമാണ് പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് നിന്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ല, ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കാന്ന് പറഞ്ഞ് പാതി വഴിയിലിട്ട് ഉപേക്ഷിച്ചു പോകുന്നവർ അല്ലേ? അവരല്പമെങ്കിലും സത്യസന്ധത അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കല്യാണം കഴിച്ച് ഒരു കൊച്ചിനെയും ജനിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ ആരുടെയും സൈഡിലില്ല, അമ്മയുടെ സൈഡിലും ഇല്ല, ഭാര്യയുടെ സൈഡിലും ഇല്ല, എന്ത് വേണമെങ്കിലും അയക്കുമെന്നും പറഞ്ഞ് ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ അല്ലേ? അവിടെ ആരുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്? അവിടെ ഉള്ളവരെല്ലാം ആരുടെ സൈഡിലുള്ള ആൾക്കാരാണ്? അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? അവിടെ ആരുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്? അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഡിവോഴ്സൊക്കെ നടക്കുന്നത് അല്ലേ? ഈ ലോകത്ത് നിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളേ, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. മനുഷ്യനല്ലേ, എന്നും സങ്കടവും ദുഃഖവും ദുരിതവും ഒക്കെ അല്ലല്ലോ വേണ്ടത്. മരണമാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചു കാലമെങ്കിലും സന്തോഷിച്ചാൽ മതി എന്നും പറഞ്ഞ് ഓരോരുത്തർ മറ്റൊരാളെ തേടി പോകാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് വരുത്തിക്കൂട്ടി വെക്കുന്നത് അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കണ്ടല്ലേ ഒരു മനുഷ്യനൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ? ഇതൊക്കെ തകർത്തെറിയുന്നത് ആരാ? എന്നിട്ട് കുറ്റം മൊത്തം നിങ്ങൾ ആരെയാ പറയുന്നേ? ദൈവം പോലും പൊറുക്കൂല കേട്ടോ. ഇതിനുള്ള കൂലി നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചിട്ടേ ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് പോവുള്ളൂ. ഒരുപാട് മനുഷ്യന്മാരെ കാണാറുണ്ട്, തുടക്കത്തിൽ കാണിക്കുന്ന ആവേശങ്ങളൊന്നും അവസാനം ജീവിതത്തിൽ കാണൂല. കരഞ്ഞും വെള്ളമടിച്ചും നശിച്ച് ആത്മഹത്യയും ചെയ്ത് കിടക്കുന്ന കുറേ മനുഷ്യന്മാരെ കാണാറുണ്ട്. അത്രേ ഉള്ളൂ.